അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിർളില്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. സദഖല്ലാഹു മൗലാനൽ അദീം. ബഹുമാന്യ സഹോദരങ്ങളെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചത് സൗറിൽ 3 ദിവസം പൂർത്തിയാക്കിയതിന് ശേഷം പ്രഭാതത്തിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെ സഹായികളായി വഴികാട്ടി അബ്ദുല്ലാഹി ബിൻ ഉറൈഖിത്തും അവരുടെ പരിചാരകനും സഹായിയുമായിട്ട് ബഹുമാനപ്പെട്ട ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളുന്ന 4 സംഘം നേരത്തെ കരാർ ചെയ്തതനുസരിച്ച് വാഹനവുമായി എത്തിയ ഇബ്നു ഉറൈഖിത്തിൻ്റെ കൂടെ വാഹനപ്പുറത്തേറി യാത്ര പുറപ്പെടുകയാണ്. സ്വാഭാവികമായും ജനിച്ച് വളർന്ന സ്വന്തം നാടിനോടും വിശിഷ്യ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനമാവുന്ന കഅബ ഷരീഫിനോടും വിശുദ്ധ ഹറം ഷരീഫിനോടും വിട പറയേണ്ടി വരുന്നതിൽ മാനുഷികമായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ ദീനീ ദഅവത്ത് തടസ്സപ്പെട്ടതുകൊണ്ട് സൗകര്യപ്രദമായ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നടത്താൻ വേണ്ടിയാണ് എന്നതുകൊണ്ട് വിശ്വാസപരമായി ആദർശപരമായി അതിൽ യാതൊരു വിഷമവുമില്ല. അത് അനിവാര്യമാണ്, ചെയ്തേ തീരും. എങ്കിലും മനുഷ്യനല്ലേ, ജനിച്ച് സ്വന്തം പൊക്കിൾ കൊടി ഉൾക്കൊള്ളുന്ന മറുപിള്ള കുഴിച്ചിടപ്പെട്ട മണ്ണിനോടൊരു ബന്ധം സ്നേഹവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മക്കയുടെ അതിർത്തി വിട്ട് പോകുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖത്തോടുകൂടി നിറകണ്ണുകളോടുകൂടി കഅബ ഷരീഫിൻ്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ടിട്ട് പറയുന്നുണ്ട്, ലൗല അന്ന ഖൗമക്കി അഖ്റജൂനി മാ ഖറജ്തു മിൻകി വല്ലാഹി ഇന്നക്കി ലഅഹബ്ബു അർളില്ലാഹി ഇലൈ. ഈ നാട്ടുകാർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിൻ്റെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് ഇനി ഇവിടെ ഒരു ദഅവത്ത് പ്രവർത്തനം നടത്താൻ പറ്റാത്ത നിലക്ക് രാത്രിയുടെ യാമങ്ങളിൽ എന്നെ കൊല്ലാൻ വേണ്ടി മുതിർന്ന് ഇവിടെ ഇനി ഒരു സെക്കൻഡ് സമയവും ദീനീ ദഅവത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അതനുസരിച്ച് വ്യക്തിപരമായ ജീവിതത്തിനൊരു പ്രശ്നവുമില്ല, വ്യക്തിപരമല്ല പ്രശ്നം, അള്ളാഹുവിൻ്റെ ദീനീ ദഅവത്തിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൻ്റെ ദൗത്യം നിർവഹിക്കാൻ ഇവിടെയുള്ള താമസം ഇനി അനുയോജ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടും സർവാധിനാഥനായ തൻ്റെ യജമാനൻ അള്ളാഹു തമ്പുരാൻ യാത്ര പോകാൻ ഓർഡർ നൽകിയതിനാലും പുറപ്പെടുമ്പോൾ പറയുന്നു, ഈ ഭൂമുഖത്ത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമി നീയാണ്. അള്ളാഹുവിൻ്റെ ഹറമാണ്, വിശുദ്ധ കഅബ ഷരീഫിൻ്റെ ഭൂമിയാണ്, ജനിച്ച ജന്മനാടാണ്. പക്ഷേ നീ നാട്ടുകാർ ഇവിടെ ദഅവ ചെയ്യാൻ വല്ല സൗകര്യവും ചെയ്തു തരികയായിരുന്നുവെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ല. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എൻ്റെ ജീവിത ദൗത്യം തന്നെ ദഅവത്താണ്. അതുകൊണ്ട് ഞാൻ പോകുന്നു. ദുഃഖകരമായ ഈ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും തങ്ങളുടെ കൂടെ സഹായിയായി ഉണ്ട്, പിന്തുണക്കുണ്ട്, സമാശ്വസിപ്പിച്ചുകൊണ്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് അവിടത്തെ സമാശ്വസിപ്പിക്കുന്നു.
ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. മഹാനായ തിരുനബിയെ, അങ്ങൊരിക്കലും വിഷമിക്കേണ്ടതില്ല. ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവൻ്റെ തിരുദൂതരായി തെരഞ്ഞെടുക്കപ്പെട്ട തമ്പുരാനാണ് സത്യം. ആ തമ്പുരാൻ ലറാദ്ദുക ഇലാ മആദ്, ഇവിടെ നിന്ന് ഇന്ന് ദഅവത്തിന് നിവൃത്തിയില്ലാതെ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ ഒളിച്ച് നാട് കടക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അങ്ങ് വിഷമിക്കണ്ട. വിജയശ്രീലാളിതനായി 10,000 പുണ്യവാളന്മാരുടെ അകമ്പടിയോടുകൂടെ രാജകീയമായി തന്നെ സമീപഭാവിയിൽ ഈ നാട്ടിലേക്ക് തങ്ങളെ റബ്ബ് തിരിച്ചെത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ജന്മനാടിനോടും വിശുദ്ധ കഅബ ശരീഫിനോടും പുണ്യഹറമിനോടും യാത്ര പറയുന്നതിലുള്ള വിഷമം ഇല്ലാതാകാൻ വേണ്ടി, അവിടുത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, സമാശ്വസിപ്പിക്കാൻ വേണ്ടി തികച്ചും വിജയശ്രീലാളിതനായിക്കൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, അള്ളാഹു തആല തിരിച്ചെത്തിക്കും എന്ന വാഗ്ദാനത്തോടു കൂടി തികച്ചും ഒരു പോരാളിയുടെ, ധീരനായ ഒരു സമർപ്പണം ചെയ്യുന്ന മുത്തവക്കിലിൻ്റെ മനസ്സോടുകൂടി എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ആ 4 അംഗ സംഘം മദീന ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുന്നു. കൂട്ടത്തിൽ പറയട്ടെ, ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നിന്നും വിദേശത്തേക്ക് യാത്ര പോകുന്നു. അത് ഹജ്ജ് യാത്രയാവട്ടെ, ജോലി ആവശ്യാർത്ഥമുള്ള വിദേശയാത്രയാവട്ടെ, സന്ദർശനാർത്ഥമുള്ള വിദേശയാത്രയാവട്ടെ, വിദേശ ജീവിതത്തിലുള്ള മരണം എന്ന് പറയുന്നത് ദുഃഖകരമാണ്, സങ്കടകരമാണ്. സ്വന്തക്കാരില്ലാതെ, പരിചയക്കാരില്ലാതെ, സ്നേഹിതന്മാരില്ലാതെ ഒറ്റപ്പെട്ടൊരു പ്രദേശത്ത് മരണപ്പെടുക എന്ന് പറയുന്നു. അതുകൊണ്ട് യാത്ര പുറപ്പെടുന്ന വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന വാതിലിന്മേൽ അവൻ്റെ കൈകൊണ്ട് ഇന്നൽ ബിസ്മിയും ഓതിയതിനു ശേഷം ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് എന്ന ആയത്ത് ഉച്ചരിക്കുകയും ആ വാതിൽ പൊളിയിൽ അത് എഴുതുകയും ചെയ്താൽ തീർച്ചയായും ആ യാത്ര ലക്ഷ്യം സഫലമായി തൻ്റെ ജന്മനാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ അള്ളാഹു ഭാഗ്യം നൽകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഏതായാലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ 4 അംഗ സംഘം അസാധാരണമായൊരു വഴിയിലൂടെ പുറപ്പെട്ടു. സാധാരണ മക്ക മദീന റൂട്ട് ഇന്നറിയാം, മദീന റോഡ് വളരെ പ്രസിദ്ധമാണ്. ആ റൂട്ടിലല്ല പോയത്. എന്നാൽ പഴയ കാലത്തുണ്ട് ഒരു ബദർ വഴി കടന്നു പോകുന്ന ഒരു പഴയ മദീന റോഡ്, ആ റൂട്ടിലുമല്ല. ഇതിനിടയിൽ ത്വരീഖുൽ ഹിജ്റ എന്ന പേരിൽ മറ്റൊരു റൂട്ടുണ്ട്. ഇന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പഠനവിധേയമാക്കി കൃത്യമായി ആ സ്ഥലങ്ങൾ നിർണയിച്ച് അതുവഴി ഒരു റോഡ് മക്കയിൽ നിന്നിട്ട് മദീനയിലേക്കുണ്ട്. അതിന് പേര് തന്നെ ത്വരീഖുൽ ഹിജ്റ എന്ന. അതെന്തിനാണ് സാധാരണ പോകുന്ന വഴിയിലല്ലാതെ പോയത്? സാധാരണ വഴിയിൽ എപ്പോഴും അന്വേഷകന്മാരും നോട്ടക്കാരും ഉണ്ടാവും. കാരണം എന്തുകൊണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തരുത് എന്ന് മക്കക്കാർക്ക് നിർബന്ധമുണ്ട്. അതിന് അവർ വഴിയിൽ അങ്ങോളം വിളംബരം ചെയ്തിരിക്കുന്നു. എല്ലാ ഗോത്രങ്ങളും, അവിടെയൊക്കെ ഗോത്ര സമൂഹങ്ങൾ അവിടങ്ങളിലായി താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ വിവരം കൊടുക്കും. ഈ 2 വ്യക്തികൾ, അവരാണല്ലോ അടിസ്ഥാനം. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. അവർ മദീനയിലെത്തിയാൽ മക്കൾക്കത് വലിയ ഭീഷണിയാണ്. കാരണം മദീന സുശക്തമായൊരു പ്രദേശമാണ്. പാരമ്പര്യമായി നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്ത് പരിചിതരാണവർ. യുദ്ധത്തിൻ്റെ എല്ലാ മുറകളും തന്ത്രങ്ങളും അനുഭവത്തിൽ പാറ്റിത്തെളിഞ്ഞ യോദ്ധാക്കളാണ്.
അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവാത്മന സ്വീകരിച്ച് മദീന സുശക്തമായ ഒരു രാഷ്ട്രമായി മദീനക്കാരുടെ ആവുന്ന സൈന്യത്തോടു കൂടി ഖുറൈശികൾക്ക് ഷാമിലേക്കുള്ള യാത്ര തടയപ്പെടും. അതവരുടെ ജീവിതമാർഗത്തിൽ ഏറ്റവും വലിയ ഭീഷണിയാണ് എന്ന് മാത്രമല്ല, ഒരു വേള അവരെ കൂട്ടുപിടിച്ച് മക്കയെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി തകർക്കാനും സാധ്യതയുണ്ട്. ഇന്ന് യുദ്ധമില്ലെങ്കിലും നാളെ യുദ്ധം വരും എന്നവർക്ക് തന്നെ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് വഴിയോരത്തിലുള്ള മക്കയിൽ നിന്ന് മദീന വരെയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളുടെ ബദവി ഗോത്രങ്ങളാവുന്ന ഗോത്രങ്ങളെയൊക്കെ വിവരമറിയിച്ചു. ഒരാളെ കൊന്നാൽ അന്ന് നഷ്ടപരിഹാരമായിട്ട് 100 ഒട്ടകമാണ് കൊടുക്കുക. എന്നാൽ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊലപ്പെടുത്തിക്കൊണ്ട് മൃതശരീരം കൊടുത്താലും ജീവനോടുകൂടി പിടിച്ചു കൊടുത്താലും, അതുപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ കൊലപ്പെടുത്തിയിട്ട് ആ മൃതശരീരം ഏൽപ്പിച്ചു കൊടുത്താലും ജീവനോടുകൂടെ പിടിച്ചു കൊടുത്താലും 100 ഒട്ടകം വീതം 200 ഒട്ടകങ്ങൾ നൽകാം എന്നുള്ള സമ്മാനം വിളംബരം ചെയ്ത് എല്ലാ ഗോത്രങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്ന് പുറപ്പെടുന്ന യാത്രാ സംഘം സാധാരണഗതിയിൽ മദീനയിലേക്ക് പോകുന്ന റൂട്ടിലൂടെ പോയാൽ ഈ നിരീക്ഷകന്മാരുടെ കണ്ണിൽപ്പെടാനും യാത്ര തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷെ അള്ളാഹു സർവശക്തനല്ലേ? ആണ്. അള്ളാഹു തആല അവൻ്റെ പ്രവാചകന്മാരെയും സിദ്ദീഖുൽ അക്ബറിനെയും സംരക്ഷിക്കില്ലേ? തീർച്ചയായും. പക്ഷെ അതല്ല വിഷയം. ഈ ഹിജ്റ എന്നത് ലോക അവസാനം വരെയുള്ള സത്യവിശ്വാസിയുടെ ആദർശത്തിൻ്റെ ഭാഗമാണ്. ഏതൊരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യനാണോ അവിടെ സത്യവിശ്വാസിയായി ജീവിക്കാനും സൽക്രമങ്ങൾ അനുഷ്ഠിക്കാനും അത് മറ്റുള്ളവരോട് ഉപദേശിക്കാനും പറ്റാത്ത ദഅവത്ത് തടയപ്പെടുന്നോ അവിടെ നിന്നത് പറ്റുന്ന സ്ഥലത്തേക്ക് നാട് വിട്ടുകൊള്ളണം എന്നതൊരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് ഹിജ്റയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയാണ്. അതുകൊണ്ട് ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ശത്രുക്കളുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി വടക്കേോട്ട് പോകേണ്ട ആള് തെക്കോട്ട് പോയി 3 ദിവസം ജീവിതം നയിച്ചത്. കാരണം എന്താ? അന്വേഷകന്മാരുടെ അന്വേഷണത്തിൻ്റെ ഗൗരവം തണുക്കാനും അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടിയിട്ട്, അഥവാ വിശ്വാസികൾ ശരിക്കും ചിന്തിച്ച് ശ്രദ്ധാപൂർവം വേണം അവരുടെ ഹിജ്റ അതുപോലെ തന്നെ അവരുടെ മറ്റു കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ എന്ന് പഠിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയട്ടെ. ഇത് നുബുവത്തിൻ്റെ 13-ാം വർഷമാണല്ലോ, അല്ലെങ്കിൽ 13-ാം വർഷം കഴിഞ്ഞപ്പോഴാണല്ലോ ഹിജ്റ പോകുന്നത്. അതിൻ്റെ ഏതാനും തൊട്ട് മുമ്പ് എന്ന് പറയാവുന്ന നിലക്ക് നുബുവത്തിൻ്റെ 11-ാം വർഷം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെയും മഹാനായ മീകായിൽ അലൈഹിസ്സലാമിൻ്റെയും കൂടെ മക്ക ഷരീഫിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, മദീനയെക്കാളും എത്രയോ കിലോമീറ്ററുകൾ അകലെയുള്ള ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സകളിലെ യാത്ര പോയല്ലോ. അതിന് അല്ലാഹു തആല വാനലോകത്തിൽ നിന്ന് പ്രത്യേക വാഹനമാവുന്ന ബുറാക്ക് ഇറക്കി കൊടുക്കുകയും ആ ബുറാക്കിൻ പുറത്തേറി കണ്ണ് അടച്ചു തുറക്കുന്ന വേഗത്തിൽ സെക്കൻഡിടയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലെത്തിയല്ലോ. ആ അല്ലാഹുവിൻ്റെ റസൂല് തന്നെയല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ?
അവിടുത്തെ ദീനിലെ ഒന്നാമത്തെ സിദ്ദീഖല്ലേ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. എന്തുകൊണ്ട് ഒരു ബുറാഖിനെ ഇറക്കിക്കൊണ്ട് സെക്കൻഡ് ഇടയിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്തിച്ചില്ല? ഇതൊരു ചിന്താ വിഷയമല്ലേ? നേരത്തെ 2 വർഷം മുമ്പ് ബുറാഖിലേറ്റിക്കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് സെക്കൻഡുകളെ കൊണ്ട് എത്തിച്ചു കൊടുത്ത അള്ളാഹു അതിനേക്കാൾ എത്രയോ അടുത്തുള്ള ഏകദേശം 450 കിലോമീറ്ററോളം മാത്രം ദൂരമുള്ള മസ്ജിദുൻ നബവി ഉൾക്കൊള്ളുന്ന മദീനയിലേക്ക് എന്തേ മസ്ജിദുൽ അഖ്സയിൽ നിന്നിട്ട് ബുറാഖ് അയച്ച് യാത്ര ചെയ്യിക്കാൻ? അതിന് കാരണം ഇസ്രാ മിറാജ് എന്നത് ഈ ലോകത്ത് ഒരു സത്യവിശ്വാസിക്ക് ശരീരം കൊണ്ട് ഇല്ല. മനസ്സുകൊണ്ട് നിസ്കാരത്തിൽ മേറാജുണ്ട്, അത് ആത്മീയമാണ്. ശാരീരികമായ ഒരു മേറാജോ ഇസ്രാഓ സത്യവിശ്വാസികൾക്ക് ലോകാവസാനം വരെ ഇല്ല. അതുകൊണ്ട് തന്നെ അതിൽ മാതൃകയാക്കാൻ പറ്റുന്നൊരു വിഷയമല്ലാതെ ഇസ്രാ മിറാജ് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അത് അസാധാരണമായ വഴിയിൽ മുഅ്ജിസത്തിൻ്റെ നിലക്ക് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് സിദ്റത്തുൽ മുന്തഹിയിലേക്കും മറ്റല്ലാഹു ഉദ്ദേശ സ്ഥലങ്ങളിലേക്കുമൊക്കെ സെക്കൻഡ് ഇട കൊണ്ടെത്തി പോകുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തിൽ മറ്റുള്ള ഉമ്മത്തുകൾക്ക് മാതൃകയല്ല. അതുകൊണ്ട് അതേ രീതിയിലല്ല ഹിജ്റ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ സൂറത്ത് ആല ഇംറാനിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ഉലിൽ അൽബാബ് എന്നത് തൊട്ടിട്ട് സൂറത്തിൻ്റെ അവസാനം വരെ അയ്യുഹല്ലദീനാമനുസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ എന്നതുവരെയുള്ള ആയത്ത് ഒരു സത്യവിശ്വാസി എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങി പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റിരുന്നാൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞിട്ട് മേൽപോട്ട് നോക്കി, ആകാശം കാണുന്ന സ്ഥലത്താണെങ്കിൽ ആകാശത്തിലേക്ക് നോക്കി, ഇല്ലെങ്കിൽ മേൽപോട്ട് നോക്കിക്കൊണ്ട് ചൊല്ലേണ്ട ആയത്താണ്. ഈ ആയത്തിൻ്റെ കൂട്ടത്തിൽ കാണാം ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ ബഅദുകും മിൻ ബഅദ് ഫല്ലദീന ഹാജറു വഉഖ്രിജൂ മിൻ ദിയാരിഹിം വഊദൂ ഫീ സബീലി വഖാതലൂ വഖുതിലൂ ലൗകഫിറന്ന അൻഹും സയ്യിആതിഹിം വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ സവാബൻ മിൻ ഇൻദില്ലാഹ് വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ് എന്ന് പറഞ്ഞാൽ ഹിജ്റ പോകേണ്ടി വരികയും നാട് വിട്ട് വിദേശത്ത് താമസിക്കേണ്ടി വരികയും ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെടുകയും ശത്രുക്കളുമായി സംഘട്ടത്തിനേർപ്പെടുകയും നാടും വീടും സ്വത്തും എല്ലാം ത്യജിക്കേണ്ടിയും വരുന്നവരൊരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അവർക്ക് താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന പൂന്തോപ്പുകളാകുന്ന മഹാസ്വർഗം അള്ളാഹു പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ മറുപടി ഉൾക്കുന്ന ആയത്ത് എന്നും എഴുന്നേറ്റ് ആദ്യം ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ചൊല്ലൽ സുന്നത്തുള്ള ആയത്തുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയായ സ്ത്രീയും പുരുഷനും 365 ദിവസവും രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ ഹിജ്റയെയും ജന്മനാടിൻ്റെ ത്യാഗത്തെയും വിദേശത്ത് താമസിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെയും ശത്രുക്കളുമായി നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെയും എന്നും അനുസ്മരിച്ചു കൊണ്ടിരിക്കണം. കാരണം വലാകിൻ ജിഹാദുൻ വനിയ്യ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവന് ത്വാഅത്ത് ചെയ്യാനും അവൻ്റെ ദീനിന് ദഅവത്ത് ചെയ്യാനും എവിടെ പ്രതിബന്ധം നേരിടുന്നോ അവിടെ നിന്ന് അതിന് സൗകര്യമുള്ള ഒരു പ്രദേശത്തേക്ക് ഹിജ്റ പോകാൻ ഞാൻ സന്നദ്ധനാണ് എന്ന നിയ്യത്ത്
ഓരോ വിശ്വാസിയുടെയും ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുർആനിലൂടെ അള്ളാഹു അതിൻ്റെ പ്രാധാന്യം, ഹിജ്റ അനുസ്മരണം, എന്തിനാണിപ്പോൾ ഈ മുഹറം പറക്കുമ്പോഴേക്ക് ഹിജ്റ അനുസ്മരണം കൊണ്ടാടുന്നത്? അന്നു മുതൽ 10 വരെ ഹിജ്റ അനുസ്മരണ പ്രഭാഷണങ്ങളും 10ൻ്റെ അന്ന് പ്രത്യേകമായ ഹിജ്റ അനുസ്മരണവും പുണ്യകർമ്മങ്ങളിൽ വ്യാപൃതരാകലുമൊക്കെ ഇത്ര വിപുലമായി എന്തിനു ചെയ്യണം എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഒരു വിശ്വാസി 360 ദിവസം അല്ലെങ്കിൽ 365 ദിവസം, ഇംഗ്ലീഷ് കൊല്ലം അനുസരിച്ച് 365 ദിവസവും തൻ്റെ ഓർമ്മയിൽ ഉണർന്നെഴുന്നേറ്റ് ഈ ഭൂമിയിലേക്ക് പുതുജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ആയത്തോതിക്കൊണ്ട് തൻ്റെ ഹിജ്റയുടെ സന്നദ്ധത എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാനുള്ള ആ ആത്മാർത്ഥമായ സമർപ്പണബോധം അവൻ്റെ മനസ്സിൽ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊരു വിശ്വാസിയും, ആണും പെണ്ണും, ജന്മനാട്ടിൽ നിന്നും രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ ദീൻ ജീവിതത്തിൽ ആചരിക്കാനും അത് ദഅവത്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന ലോകത്തേക്ക് പോകാൻ സജ്ജനാണ്, സന്നദ്ധനാണ് എന്ന ഈ ഒരു ഓർമ്മ എന്നും വേണമെന്ന് പറയുമ്പോൾ, ആ ചിന്ത യഥാർത്ഥത്തിൽ മുഹറം പറക്കുമ്പോൾ മാത്രം പോരാ, 365 ദിവസവും വേണം. എങ്കിലും ഹിജ്റയുടെ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് മുഹറം വരുമ്പോൾ ഹിജ്റ വർഷത്തിൻ്റെ ആരംഭമാണല്ലോ. ഹിജ്റ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഹിജ്റയെ അനുസ്മരിക്കുകയും അതിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്യുക എന്നത് ദീനീ ദഅവത്ത് ചെയ്യുന്നവരുടെ കടമയാണ്, ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് വിപുലമായ തോതിൽ ഹിജ്റ അനുസ്മരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ മുഹറത്തിൽ വന്നു, ആ ഭാഗം ഞാൻ പിന്നെ പറയാം, ആ ഭാഗം ഉണർത്തും ഇൻഷാ അല്ലാഹ്. അങ്ങനെ പുറപ്പെട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ തുടക്കത്തിൽ തിങ്കളാഴ്ച രാവിലെ ആണ് യാത്ര പുറപ്പെടുന്നത്. വ്യാഴാഴ്ച രാത്രി ചെന്ന് ചേർന്നു. വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങൾ ഓറ് സൗറിൽ താമസിച്ചു. തിങ്കളാഴ്ച പ്രഭാതത്തിലാണ് മദീനയിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ സാധാരണ യാത്രക്കാർ പോകാത്ത അസാധാരണമായൊരു വഴിയിലൂടെ വഴികാട്ടിയാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് അവരെ നയിച്ചു കൊണ്ടുപോയി. യാത്ര തുടർന്ന് ഏതാണ്ട് ഉച്ച വെയിൽ കൊടുംചൂടായ സമയമെത്തിയപ്പോൾ ഒന്ന് വിശ്രമിക്കണം. കൈലൂലത്ത്, പ്രത്യേകിച്ച് രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല, രാത്രി യാത്രയായിരുന്നു. രാത്രി ഈ ചിന്തയിലും വിഷമത്തിലുമായിട്ട് 2-3 ദിവസമായി വീട്ടിൽ അന്തിയുറങ്ങിയിട്ടില്ല. ഓറ് സൗറുള്ള പരിമിതമായ സൗകര്യത്തിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അതിരാവിലെ പ്രഭാതത്തിൽ തുടങ്ങിയ യാത്ര വെയിൽ നല്ല ചൂടായി ഉച്ച മൂത്ത് വരുന്ന സമയമായപ്പോൾ ഒന്ന് വിശ്രമിക്കണമല്ലോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുകയും തങ്ങളോട് സമ്മതം ചോദിക്കുകയും ചെയ്തു. തങ്ങൾ പറഞ്ഞു, ആവാം. അങ്ങനെ പരിസരമൊക്കെ നിരീക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നല്ല പാറക്കല്ല്, ചെരിഞ്ഞ് നിൽക്കുന്ന വലിയൊരു പാറക്കല്ല് കാണുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ആ പാറക്കല്ലിൻ്റെ താഴ്വരയിലായി, അടിയിലായിട്ട് നല്ല തണുപ്പുള്ള വെയിലേൽക്കാത്ത സ്ഥലമുണ്ട്. അവിടെ ചെന്നു നോക്കുമ്പോൾ നല്ല സൗകര്യപ്രദമാണ്, വെയിലേൽക്കൂല, വെയിൽ കൊള്ളാതെ ഈ പാറൻ്റെ അടിഭാഗമായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അവിടെ നിരത്തി ശരിയാക്കി ഒരു പിരിപ്പ് വിരിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കിടക്കാൻ പറഞ്ഞു. തങ്ങൾ അവിടെ കിടന്ന് സുഖമായി ഒന്നുറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോഴും ഉറങ്ങുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം, അത് ആ ഉത്തരവാദിത്വ ബോധം കൊണ്ട് ഉറങ്ങുന്നില്ല.
മറിച്ച് പരിസരങ്ങളൊക്കെ നോക്കുക. പരിസരങ്ങൾ നോക്കുമ്പോൾ ഒരു ആട്ടിടയൻ ഒരു പറ്റം ആടുകളുമായി തെളിച്ചു വരുന്നുണ്ട്. ആരുടെയും ലക്ഷ്യം ഇത് തന്നെ. ആടുകളെ തണലുള്ളൊരു സ്ഥലത്ത് നട്ടുച്ച സമയത്തൊന്ന് കൂട്ടി അദ്ദേഹത്തിന് അല്പസമയം വിശ്രമിക്കണം. അയാൾക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു സാധു ഇടയനാണ്. അദ്ദേഹത്തെ കണ്ട് അടുത്ത് ചെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ, താങ്കളുടെ ആട്ടിൻ പറ്റത്തിൽ കറവയുള്ള ആടില്ലേ? ഓ ഉണ്ടല്ലോ, കറവയുള്ള ആടുണ്ട്. അപ്പോൾ അതിൽ കറവയുള്ള ആടിനെ ഞാൻ കറന്ന് അല്പം പാലെടുത്തെങ്കിലോ ഈ ആടുകളുടെ ഉടമക്കാരന് അത് സന്തോഷമായിരിക്കുമോ? അയാൾക്കത് സമ്മതമുണ്ടോ? അയാൾ ജനങ്ങളിൽ രണ്ട് തരമുണ്ട്. ഒന്നും ആർക്കും കൊടുക്കുന്ന ഇഷ്ടമില്ലാത്ത ചില ആളുകളുണ്ട്. അതേസമയത്ത് ചില ആളുകൾ തൻ്റെ കഴിവിൽ നിന്നിട്ട് മറ്റുള്ളവർക്ക് പരമാവധി സഹായം ചെയ്യുക, സൽക്കരിക്കുക എന്നത് സന്തോഷമായി കാണുന്നവരുണ്ട്. അപ്പോൾ ഈ ഇടയൻ പറഞ്ഞു, എൻ്റെ യജമാനൻ ഏതൊരു വഴിയാത്രക്കാരനും പാല് കറന്നെടുക്കുന്ന അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കറന്നു കൊടുക്കാൻ അദ്ദേഹം എന്നോട് സമ്മതിച്ച് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത്രയും താങ്കൾ കറന്നെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു പാത്രം നിറയെ ആടിൻ്റെ പാല് കറന്നെടുത്തു. അതിൻ്റെ ഏകദേശം ഫുള്ളായിട്ടില്ല, ഒരു 1/4 ഭാഗം. കാരണം കറന്നെടുക്കുന്ന പാലിന് കറന്നെടുത്ത ഉടനെ ആകുമ്പോൾ ഒരു ചൂടുണ്ടാവും. ആ ചൂടോട് കൂടി കുടിക്കാൻ വലിയ സൗകര്യം കിട്ടൂല. അങ്ങനെ പാല് കറന്നെടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അല്പം വിശ്രമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി. അപ്പോഴേക്ക് വെയിലിൻ്റെ ചൂട് അല്പം ശമിച്ച് കാറ്റ് വീഴുന്ന സമയമായിട്ടുണ്ട്. ഉടനെ പാത്രത്തിൽ സൂക്ഷിപ്പുള്ള തണുത്ത വെള്ളമുണ്ട്. അവരെ യാത്രയിൽ കൂടെ കൊണ്ടുപോകുന്ന തണുത്ത വെള്ളമുണ്ട്. ആ വെള്ളമെടുത്ത് ഈ പാലിലേക്ക് ഒഴിച്ച് പാത്രം നിറയെ ആക്കി. അങ്ങനെ പാത്രത്തിൻ്റെ അടിവരെ ഈ തണുത്ത വെള്ളം ഒഴിച്ചപ്പോൾ പാല് തണുത്തു. സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്നപ്പോഴേക്ക് തങ്ങൾ ഉറക്കം കഴിഞ്ഞ് ഉണർന്നിട്ടുണ്ട്. ഇല്ല, ചെറിയൊരു വിശ്രമം, ഒരു ഉറക്കവും കിട്ടി, ചെറിയൊരു വിശ്രമമായി. വെയിലൊന്ന് കുറച്ച് ശക്തി കുറഞ്ഞ് കാറ്റ് തുടങ്ങി. ഉടനെ ചോദിച്ചാൽ റഹീല യാ റസൂലല്ലാ, തുടർ യാത്ര തുടങ്ങുകയല്ലേ? അതെ, കാലനാൻ തുടങ്ങാം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പാലുണ്ട് നബിയെ, ആട്ടിൻ പാല്. കൊണ്ടുവരൂ പറഞ്ഞു. അങ്ങനെ കൽപ്പന പ്രകാരം പാല് കൊണ്ടു കൊടുത്തു. അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പും ദാഹവും ശമിക്കുമാർ കുടിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷമായി. ഇപ്പോൾ ഒന്ന് വിശ്രമിച്ച് ഉറങ്ങി ക്ഷീണം മാറി. അൽഹംദുലില്ലാഹ്, വിശപ്പും ദാഹവും മാറാൻ തണുപ്പിച്ച പാല് സുഖമായി കുടിക്കാനും കഴിഞ്ഞു. ശേഷമുള്ളത് അവരും കഴിച്ചു. തുടർന്ന് യാത്ര ചെയ്യുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ ഉടനീളം വിശുദ്ധ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്തുകൊണ്ട് പിന്നോട്ട് ശ്രദ്ധിക്കുകയോ 4 ഭാഗത്തും വേജാറോടുകൂടി ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി, നല്ല ഉറച്ച കാൽവപ്പോടുകൂടി, നല്ല ധൈര്യമുള്ള മനസ്സോടുകൂടി നേരെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ആ അവസ്ഥയല്ല സിദ്ദീഖിൻ്റേത്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിക്കുന്നത് 200 ഒട്ടകമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട് ഞങ്ങളെ 2 പേരെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുത്താൽ. മനുഷ്യർ മാന്യന്മാർ പലരും ഉണ്ടാവുമെങ്കിലും പണക്കൊതിയന്മാരുണ്ടാവുമല്ലോ ചിലർ. അവർക്ക് സ്വത്ത് കിട്ടിയാൽ എന്തും ചെയ്യും. അല്ലെങ്കിൽ ഖുറൈശികളുമായി ചെറിയ പ്രശ്നങ്ങൾ ദേവാരംഗത്തുണ്ട് എന്നതൊഴിച്ചാൽ
മക്കയിൽ നിന്ന് മദീന വരെയുള്ള ഈ അറാബി ഗോത്രങ്ങളിൽപ്പെട്ട ഒരാളുമായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ഒരു അലോഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശത്രുതയോ വെറുപ്പോ ഒന്നുമില്ലല്ലോ. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെയാണ്, പണം കിട്ടിയാൽ എന്തുമാവാം. അങ്ങനെ കുറേ അങ്ങ് എത്തിയപ്പം ബനൂ മുദ്ലജ് ഗോത്രക്കാരെന്ന് പറയുന്ന ഒരു അറാബി ഗോത്രമുണ്ട്, അല്ലെ പ്രമുഖ ഗോത്രമാണ് അറാബികളുടെ. അവരൊരു സഭയിൽ കൂടിങ്ങനെ നേതാക്കളൊക്കെ കൂടിയിരുന്ന് എന്തോ കാര്യങ്ങൾ, അവരുടെ നാട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഈ ബനൂ മുദ്ലജ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ സഭയിൽ കയറി വന്നുകൊണ്ട് പറഞ്ഞു, അല്ല, നിങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടു കടൽ തീരത്ത് കൂടെ 4 അംഗ സംഘം ഒട്ടകപ്പുറത്ത് അതിശീഘ്രം യാത്ര പോകുന്നതായി കണ്ടു. എനിക്ക് സംശയം, ഖുറൈശികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദും അബൂബക്കറുമാണോ ആ യാത്രാസംഘം എന്നെനിക്കൊരു ശങ്ക. എന്ന് ഇയാൾക്ക് ഉറപ്പില്ല, എങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ 2 ആളെ അങ്ങ് പിടിച്ചു കൊടുത്താൽ 200 ഒട്ടക കിട്ടാൻ പോകുന്നത്. അപ്പം ഇയാൾ സംശയം ഉന്നയിക്കുക. പോകുന്ന ആളുകളെ ചെറു സംഘം കടൽ തീരത്തൂടെ പോണത് കണ്ടു. അത് അവരെന്നെയാണോ എന്നെനിക്ക് സംശയം. അപ്പം ഈ ഗോത്രത്തലവനായ വ്യക്തി, സുറാഖത്ത് ബിൻ മാലിക് എന്ന അയാളെ പേര്, ബനൂ മുദ്ലജിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഇവന് അല്ലെങ്കിൽ ഈ സഭയിലിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് ആ ഒട്ടകത്തിൻ്റെ വിഹിതം കൊടുക്കാൻ പറ്റൂല. ആ 200 ഒട്ടവും എനിക്ക് തന്നെ സ്വന്തമാക്കണം. അയാളുടെ താല്പര്യം നോക്കണം. 200 ഒട്ടവും എനിക്ക്. അപ്പം എന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഈ പോടാ, അത് മുഹമ്മദും അബൂബക്കറും ഒന്നും അല്ല പോയത്, ഞാൻ കണ്ടിണവരെ. പച്ചക്കള്ളാണ്. പോകുന്നത് നമ്മുടെ അടുത്ത കറിയയിലുള്ള ഒരു ബധു, അയാളും അയാളുടെ മകനുമാണ്. കാരണം അയാളുടെ ഒട്ടകം 1-2 ഒട്ടകങ്ങൾ വിരണ്ടോടി കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ട്. ആ ഒട്ടകത്തെ അന്വേഷിച്ചിറങ്ങിയതാണ്, ഞാൻ അവരെ നേരെ കണ്ടതാണ്. അല്ലാതെ മുഹമ്മദും അബൂബക്കറും ഒന്നും ഇതിലെ തീരദേശത്തൂടെ പോകുന്നില്ല. എന്തിനാ? ഇദ്ദേഹത്തിൻ്റെയും ബാക്കി സഭയിലിരിക്കുന്നവരുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. ഇതും പറഞ്ഞ് വിഷയം മാറ്റി കുറച്ച് സമയം അവിടെ സംസാരിച്ചിരുന്നു. അധികം താമസിക്കാതെ ഇവരെയോടൊന്നും പറയാതെ സ്വകാര്യമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, തൻ്റെ വാളും കുന്തവുമെടുത്ത് ഒട്ടകത്തെ ജീനി അണിയിച്ച് വീട്ടിൻ്റെ പുറകു വശത്ത് കൊണ്ടുവന്ന് നിർത്താൻ. കാരണം മുന്നുകൂടെ പോയ ആളുകൾ കാണും. അങ്ങനെ ഉടനെ അടിമ അതൊക്കെ ചെയ്തു. ഇദ്ദേഹം എല്ലാം ഉറപ്പിച്ച് 2ഉം കൽപ്പിച്ച് പെട്ടെന്ന് ഈ കുതിരപ്പുറത്ത് ചാടിക്കേറി തൻ്റെ ആയുധവും എടുത്തുകൊണ്ട് ശരവേഗത്തിൽ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളും യാത്ര ചെയ്യുന്ന ഈ തീരദേശത്ത് എത്തി. അല്പം ദൂരെ നിന്ന് തന്നെ ഇദ്ദേഹം കുതിരപ്പുറത്തേറി ആയുധവുമായി അതിശീഘ്രം പാഞ്ഞു വരുന്നത് ചുറ്റും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കണ്ടു. അദ്ദേഹം പേടിച്ചു പറിച്ചു. ഇവർ നിരായുധരാണ് 2 പേരും, ഒന്നുമില്ലല്ലോ. ഇതാണെങ്കിൽ ഒരു പടക്കുതിരയുടെ പുറത്ത് ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അതിശീഘ്രം ഒരു യുവാവ് ഓടി വരികയാണ്. നബിയെ, അത്വലബ് യാ റസൂലല്ലാഹ്, നമ്മളെ പിടികൂടാൻ വേണ്ടി ഖുറൈശികൾ ഏൽപ്പിച്ച അന്വേഷണക്കാർ നമ്മോട് സമീപത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു പറഞ്ഞു, മാ വന്നക യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ. എന്താണ് നിങ്ങൾ ബേജാറാകുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? നമ്മൾ 2 ആളും ഒറ്റക്കാണ്. നമ്മുടെ സഹായിയായി, നമ്മുടെ സംരക്ഷകനായി, സർവലോക പരിപാലകനായ അള്ളാഹു ഉണ്ട്.
അവരെന്തായാലും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. പക്ഷേ അല്പം ദൂരത്താ, അതും പറഞ്ഞ് അവർ യാത്ര തുടരുകയാണ്. ഇദ്ദേഹം കുതിരയെ അതിവേഗം ഓടിച്ച് ഇവരുടെ സമീപത്തെത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, നബിയേ, ഇനിയിപ്പോൾ അയാൾ കുതിരപ്പുറത്ത് നിന്ന് അയാളുടെ ആ ചവളം എടുപ്പിച്ചുകൊണ്ട് ദൂരത്തേക്ക് എറിഞ്ഞാൽ നമ്മളെത്തും, അല്ലെങ്കിൽ അത് നീട്ടിക്കുത്തിയാൽ നമ്മുടെ ദേഹത്ത് കൊള്ളും, അത്രയും അടുത്തെത്തിയിട്ടുണ്ട്. അത് പറയേണ്ട താമസം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ പെട്ടെന്ന് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ കുതിരയുടെ മുൻകൈകൾ രണ്ടും മണ്ണിൽ ആണ്ടിറങ്ങിപ്പോയി. അങ്ങനെ ഇതിൻ്റെ കൈ മുഴുവനായും മണ്ണിൽ ആണ്ടിറങ്ങി, കാല് പുറത്ത് തന്നെ. അപ്പം അങ്ങനെ നേരെ കുത്തനെയായി പെട്ടെന്ന് ഇയാൾ തെറിച്ച് താഴെ വീണു. താഴെ വീണ് നിബിതങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അബൂബക്കർ സിദ്ദീഖ് ശ്രദ്ധിക്കുന്നുണ്ട്. താഴെ വീണ് ഉടനെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് തൻ്റെ കുതിരയെ അടിച്ച് നിർബന്ധിച്ച് കൈവലിച്ചെടുത്തു. കൈവലിച്ച് രണ്ട് കൈയും പുറത്തേക്ക് ഇങ്ങോട്ട് വിരലോടുകൂടി ഈ കൈ ആണ്ട ഭാഗത്ത് നിന്നൊരു ശക്തമായ ഒരു പുകപടലം ഉയർന്നു വന്നു. ഇയാൾ പേടിച്ചു, എന്തോ സംഭവിക്കാൻ പോകുന്നു. ചില റിപ്പോർട്ടുകളിൽ കാണാം രക്ഷപ്പെട്ട് വീണ്ടും അയാൾ പുറത്തു കയറി ചെളിക്കാൻ തുടങ്ങി, വീണ്ടും താഴ്ന്നു. അങ്ങനെ 3 പ്രാവശ്യം താഴ്ന്നു എന്ന് ചില റിവായത്തുകളിലുണ്ട്. ചില ഒറ്റ പ്രാവശ്യം തന്നെ കൈ വലിച്ചെടുത്തതോടുകൂടി ഒരു പുകപടലം പടലോടുകൂടി ആൾ അമ്പരന്നുകൊണ്ട് അയാൾ മനസ്സിലാക്കി അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവരെ സമീപിക്കാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ് അവർ. ഉടനെ അയാൾ വിളിച്ചു പറഞ്ഞു, അൽ അമാൻ, അൽ അമാൻ, എനിക്കഭയം തരണം. കൊല്ലാൻ വന്ന ആള് അവരോട് ഇങ്ങോട്ട് അഭയം തേടുക, അൽ അമാൻ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു ചെന്നു. നിന്റെ ഉദ്ദേശം എന്താണ്? എന്നെ പിടികൂടലോ എൻ്റെ കൂട്ടുകാരൻ അബൂബക്കറിനെ പിടികൂടലോ? സാധ്യമല്ല നിനക്കത്. വല്ലാഹു യംനഉക മിന്നി, എന്നെ അടുത്ത് വരുന്നതിനെ തൊട്ട് അള്ളാഹു തടയുമടോ. എനിക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട്. നീ വിചാരിച്ചതുപോലെ ഞാൻ ഒളിച്ചോടുകയാണെന്നാണോ? ഒരിക്കലും ഞാൻ ഒളിച്ചോടുന്നില്ല. മറിച്ച് ഇതൊരു പറിച്ചു നടലാണ്. കൂടുതൽ കരുത്തോടെ വളർന്ന് 100 മേനി കതിരുകൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിളവിറക്കുന്ന കർഷകൻ നാറ്റുവട്ടിയിൽ നിന്നും മറിച്ചെടുത്ത നാറ് പാകപ്പെടുത്തിയ കൃഷിയിടത്തിൽ നടുന്നതുപോലെ ഇതൊരു പറിച്ചു നടലാണ്. 100 മേനി വളർച്ചയുണ്ടാവാനാണ്. നിനക്കറിയുമോ സുറാഖത്തെ, ഇന്ന് നിങ്ങൾ എന്നെ കൊല്ലാനും പിടികൂടാനും ശ്രമിക്കുന്നു. നാളെ നിനക്ക് ദീർഘായുസ് ലഭിച്ചാൽ കിസ്ര ചക്രവർത്തിയുണ്ടല്ലോ, പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ മഹാചക്രവർത്തി, ആ മഹാചക്രവർത്തിയാവുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായ കിസ്ര ബിൻ ഹുർമുസ് അല്ലേ, അതെ, കിസ്ര ബിൻ ഹുർമുസ്, അദ്ദേഹത്തിൻ്റെ കയ്യിലണിഞ്ഞ അങ്കവളകൾ ഈ അറാബി നേതാവാവുന്ന സുറാഖത്തെ തൻ്റെ കയ്യിൽ അണിയുന്നൊരു സമയമുണ്ടെങ്കിൽ നീ എന്തു പറയുന്നു? അപ്പം നിബിതങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായ പ്ലാനിങ്ങും വിവരവും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇതൊരു ഒളിച്ചോട്ടല്ല, ഇതൊരു വളർച്ചയുടെ പറിച്ചു നടലാണ്. മുന്നോട്ട് അമ്പെയ്യുമ്പോൾ കണ്ടിട്ടില്ല ഞങ്ങൾ വില്ല് പിന്നോട്ട് വലിക്കുന്നത് ഒരു പിന്മാറ്റമല്ല, ശക്തമായി മുന്നോട്ട് കുതിക്കാനാണത്. ഈ ഒരു പിന്മാറ്റമാണ്, അല്ലെങ്കിൽ ഈ ഒരു പറിച്ചു നടലാണ് ഇവിടെ നടക്കുന്നത്.
അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടു, ഞാൻ ഇനി നിങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ നിങ്ങളെ തേടിയിറങ്ങിയതാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വഴി ഇനി ഒരാളും നിങ്ങളെ തേടി വരില്ല, ഞാൻ സംരക്ഷിക്കും. എൻ്റെ സംരക്ഷണയിൽ ഇനി ഒരാളെ ഈ ഭാഗത്തേക്ക് നിങ്ങൾ അന്വേഷിച്ച് വരാൻ ഞാൻ അനുവദിക്കില്ല. പക്ഷേ നിങ്ങൾ വിജയശ്രീലാളിതനായി ഈ പ്രദേശങ്ങൾ ഉൾപ്പെടെ മക്ക എല്ലാം താങ്കളുടെ കൈവശത്തിലാവുന്ന സമയത്ത് ഈ സുറാഖത്ത് ബിൻ മാലിക്കിന് അഭയം തരണം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, സുറാഖത്തിന് അഭയത്തിൻ്റെ അമാനിൻ്റെ ലെറ്റർ എഴുതി കൊടുക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പരിചാരകനാവുന്ന ആമിർ ബിൻ ഫുഹൈറയോട് ഒരു കഷ്ണം കടലാസിന് പകരം അന്ന് ഉപയോഗിച്ചത് നേർത്ത തോലായിരുന്നു, മൃഗത്തിൻ്റെ തോല്, നേർത്ത തോല്. ആ തോലിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാഖത്ത് ബിൻ മാലിക്കിന് എഴുതി കൊടുക്കുന്ന അഭയത്തിൻ്റെ കത്ത് എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി, ഈ കത്തുമായി നീ എവിടെ വന്നാലും അപ്പോൾ നീ സുരക്ഷിതനായിരിക്കും എന്ന കത്തെഴുതി കൊടുത്ത് ആ കത്ത് വാങ്ങി തൻ്റെ പേഴ്സിൽ സൂക്ഷിക്കുകയും ചെയ്തു. ഇനി ഈ കത്തുമായിട്ട് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ മക്കം ഫത്ഹ് കഴിഞ്ഞതിന് ശേഷം ത്വായിഫിലേക്ക് പുറപ്പെടുന്ന വഴിമധ്യേ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് അനന്തരം ത്വായിഫ് ഉപരോധം കഴിഞ്ഞ് തിരിച്ച് ജറാനയിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് സുറാഖത്ത് ബിൻ മാലിക് ഈ എഴുത്തുമായി വരുന്നുണ്ട്. സംഭവത്തിൽ ഈ എഴുത്തുമായി വന്നിട്ട് അദ്ദേഹം സലാം ചൊല്ലിയിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ താങ്കൾക്ക് എന്നെ അറിയാമോ? നബി തങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞ്, താൻ ബനൂ മുദ്ലജിലെ സുറാഖത്ത് ബിൻ മാലിക്കല്ലേ? അതെ 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 നബിയെ, അങ്ങ് പണ്ട് എഴുതി തന്ന അമാനിൻ്റെ കത്താണിത് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹം അവിടെ വെച്ചിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശ്വസിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം പിന്നീട് മദീനയിലേക്ക് താമസം മാറ്റുകയും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കീഴടക്കുകയും ചക്രവർത്തിയുടെ കിരീടം മുതൽ അങ്കവള മുതൽ അദ്ദേഹത്തിൻ്റെ ഉടവാള് വരെ ബഹുമാനപ്പെട്ട സഹാബാക്കിറാമുകൾ ഗനീമത്തായി പിടിച്ചെടുത്ത് മദീനയിൽ കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സുറാഖത്ത് ബിൻ മാലിക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഈ കിസ്ര ചക്രവർത്തിയുടെ കയ്യിലടിഞ്ഞിരുന്ന ആ സ്ഥാനവള ഈ ബദു നേതാവാവുന്ന സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ കയ്യിലണിയിച്ചു. നേരത്തെ പലരും ഒളിച്ചോട്ടമെന്ന് തെറ്റിദ്ധരിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറിച്ചു നടലാവുന്ന ദഅവത്തിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി തന്ത്രപൂർവമുള്ള പിന്മാറ്റം മദീനയിലേക്ക് നടക്കുന്ന വഴിമധ്യേ പറഞ്ഞ ഈ ചക്രവർത്തിയുടെ മഹാചക്രവർത്തിയുടെ കൈവള, അദ്ദേഹത്തിൻ്റെ സ്ഥാനചിഹ്നമായ കൈവള ഈ ബദു നേതാവിൻ്റെ കയ്യിലണിഞ്ഞ് ലോകത്ത് ചരിത്രം പുലർന്ന സംഭവം ഈ ഹിജ്റവേള നമ്മൾക്ക് ചിന്തിക്കാൻ വഴിവരുത്തരും. അള്ളാഹുവിന് വേണ്ടി നാം മരിക്കാൻ തയ്യാറാവുന്നു, അള്ളാഹുവിന് വേണ്ടി സകലതും ത്യജിക്കാൻ തയ്യാറാവുന്നു. എന്നാൽ അള്ളാഹു അവന് നിത്യജീവൻ കൊടുക്കുമെന്ന് മാത്രമല്ല, അവനെ ജേതാവും നേതാവുമാക്കി അള്ളാഹു ഉയർത്തും എന്നാണ് ഹിജ്റ തരുന്ന പാഠം. അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി. കുറേ അങ്ങെത്തുമ്പം അവിടെ ഉള്ള ഒരു ഗോത്രം ഖദീദ് എന്ന പ്രദേശമാണ്. ഖദീദ് എന്ന പ്രദേശത്ത് താമസക്കാരിയാവുന്ന ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീയുണ്ട്. അവർ ഈ റോഡിൻ്റെ സമീപത്താണ്. അതിലെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രക്കാർ നിരന്തരം പോയിക്കൊണ്ടിരിക്കും. ഇവരുടെ ഏർപ്പാട്, ഭർത്താവുണ്ട്, മകനുമുണ്ട്, അവർ ആട് മേക്കാൻ വേണ്ടി പോകും. ഇവർ വീട്ടിൽ വെച്ച് ഭക്ഷണം പാചകം ചെയ്ത് യാത്രക്കാർക്ക് വിലക്ക് വെക്കും. കുടിൽ വ്യാപാരമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത്
യാത്രക്കാരായ വിദേശികൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവർ ചിലർക്ക് ദാനമായിട്ട് കൊടുക്കും, ആവശ്യമുള്ളവർക്ക് വിലക്ക് വിൽക്കും. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും നേരത്തെ പാല് കുടിച്ചതല്ലാതെ വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എങ്കിലും സുറാഖത്ത് ബിൻ മാലിക് നേരത്തെ ചോദിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു തലപ്പാവ് തരാം, ഈ തലപ്പാവുമായി വന്നാൽ അടുത്ത കറിയയിലെത്തുമ്പം അവിടെ 100 കണക്കിന് ഒട്ടകങ്ങളുണ്ട്, ആ ഒട്ടകങ്ങൾ എൻ്റെതാണ്. 100 കണക്കിന് ആടുകളുണ്ട്, അതും എൻ്റെതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ആടുകളെ നിങ്ങൾക്ക് സ്വന്തം എടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒട്ടകങ്ങളെയും എടുക്കാം. അത് ഞാൻ തന്നേൽപ്പിച്ചതാണെന്നുള്ള അടയാളത്തിനാണ് ഞാൻ എൻ്റെ തലപ്പാവ് തരുന്നത് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല, നിങ്ങളുടെ ഈ ആടിൻ്റെ ആവശ്യവുമില്ല, ശത്രുക്കൾ ഈ വഴി വരാതെ നീ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വിട്ട്. അങ്ങനെ ഖദീദിലെത്തിയപ്പം ഉമ്മു മഅബദ് വീട്ടിൻ്റെ സമീപത്ത് ചെന്നു. അപ്പോൾ അവർ സാധാരണ യാത്രക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. അങ്ങനെ അവരെ സമീപിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമ്മു മഅബദ്, സാധാരണ ഭക്ഷണം തയ്യാർ ചെയ്ത് യാത്രക്കാർക്ക് വിൽക്കുന്ന സ്വഭാവമുണ്ടല്ലോ അവിടത്തേക്ക്, അതുകൊണ്ട് ഞങ്ങളൊരു 4 അംഗ സംഘം യാത്രക്കാരാണ്, ഞങ്ങൾക്ക് അല്പം ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ മാംസമോ റൊട്ടിയോ പോലെയുള്ള ഭക്ഷണങ്ങൾ വല്ലതും ഉണ്ടോ? അപ്പോൾ ഉമ്മു മഅബദ് പറഞ്ഞു, കാലാവസ്ഥ വളരെ മോശമാണ്, മഴയുണ്ടായിട്ട് വളരെ സമയമായി, അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്കൊന്നും തീറ്റി കിട്ടാത്തത് കൊണ്ട് ആടിനൊന്നും മാംസമില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം ഗോതമ്പും കിട്ടാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഇപ്പോൾ കച്ചവടമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ യാത്രക്കാരല്ലേ, ഗോത്രത്തലവൻ, ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ തലവൻ ഇന്ന സ്ഥലത്തുണ്ട്, കുറച്ച് പെടുന്നാൻ മാറിപ്പോയാൽ മതി, അവിടെ ചെന്നാൽ അദ്ദേഹം നല്ല സമ്പന്നനാണ്, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ സൗജന്യമായി തന്നെ തരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആരുടെയും സൗജന്യത്തിൻ്റെ ആവശ്യമില്ല, പണം തന്നുകൊണ്ട് തരുന്ന ഭക്ഷണം താങ്കൾ സാധാരണ കൊടുക്കാറുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്കിപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ തൽക്കാലം ഭക്ഷണമൊന്നുമില്ല, നിങ്ങളെ വെറുതെ വിടേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അപ്പോഴാണ് ഒരു അത്ഭുതം നടക്കുന്നത്. വീട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ആട്ടിൻകുട്ടി കിടക്കുന്നുണ്ട്. ചെറുതെന്ന് പറഞ്ഞാൽ പ്രസവിച്ചിട്ടില്ല എന്ന് മാത്രം, മെലിഞ്ഞൊട്ടിയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചോദിച്ചു, ഉമ്മു മഅബദ്, നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുന്ന ഒരു ആടിനെ കാണുന്നുണ്ടല്ലോ, അതിനെ കറവുണ്ടോ? ഇല്ലല്ലോ, അത് കൂറ്റം ചവിട്ടിയിട്ട് തന്നെ ഇല്ല, ഗർഭം ധരിച്ചിട്ടില്ല, പിന്നെ പാലുണ്ടാകാനുള്ള ആരോഗ്യവും അതിനില്ല. കാരണം മൃഗങ്ങൾക്കൊന്നും മഴയില്ലാത്തത് കൊണ്ട് തീറ്റി കിട്ടാതെ വളരെ ക്ഷീണിച്ച് ബാക്കി ആടുകളെ മേക്കാൻ കൊണ്ടുപോയപ്പോൾ അതിന് കൂടെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ കിടന്നതാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്നാൽ ഞാൻ ആ ആടിനെ പിടിച്ച് കറക്കുകയാണെങ്കിലോ? മുഹമ്മദ് പറഞ്ഞു, നിങ്ങൾക്ക് കറക്കാൻ പറ്റുമെങ്കിൽ കറന്നോളൂ, ഞങ്ങൾക്കൊരു വിരോധമില്ല, പക്ഷേ അതിൽ കറവയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അതിനെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അതിന് പോയി പിടിച്ചുകൊണ്ടുവന്നു. അപ്പോൾ നോക്കുമ്പം വളരെ ക്ഷീണിച്ച് അവശയായ ഒരാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുകൊണ്ട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട്, ആ മുഅ്ജിസത്തിൻ്റെ കൈ കൊണ്ട് ആ ആട്ടിൻ്റെ ദേഹം ഒന്നിങ്ങനെ തടകി. അതോടുകൂടി ആട് നല്ല ആരോഗ്യവതിയായി. മുഅ്ജിസത്ത് അതാണ്, അമാനുഷിക സംഭവങ്ങൾ എന്ന് പറയുന്നത് അതാണ്, അമ്പിയാക്കന്മാരുടെ പ്രത്യേകതയായിട്ട് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ അകിടൊന്ന് തടകി. അതോടുകൂടി കാല് രണ്ടും അത് അകറ്റിവെച്ച് അകിട് മുറയെ പാലിറങ്ങി. അത്ഭുതം! ഉമ്മു മഅബദ് ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുന്നു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഉമ്മു മഅബദ്, ഒരു പാത്രം എടുത്തുകൊണ്ട് വരൂ. അങ്ങനെ ഒരു പാത്രം കൊണ്ടുവന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂറ്റൻ ചവിട്ടിയിട്ട് പോലും ഇല്ലാത്ത ഈ ആട്ടിൻകുട്ടി ഇപ്പം നല്ല ആരോഗ്യവതിയായി. അതോടുകൂടി പാല് നിറഞ്ഞ അകിട്ടിൽ നിന്നിട്ടും പാല് കറന്ന് പാത്രം നിറയെ കറന്നെടുത്തു. ഉമ്മു മഅബദിന് കുടിക്കാൻ കൊടുത്തു. അവർ മതി വരുവോളം കുടിച്ചു. പിന്നെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും
ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹുവിനും അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്തിനും കൊടുത്തു. അവരെല്ലാം മതിവരുവോളം കുടിച്ചു. അതിൻ്റെ ശേഷം അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു. ഈ ഒരു പാത്രം പാല് തന്നെ ഈ 5 ആളുകൾക്കും മതി വരുവോളം കുടിക്കാനുണ്ടായി. അത് മറ്റൊരു മജ്‌സത്താണ്. എന്നിട്ട് മതിയാക്കല്ല ഇത്. രണ്ടാമത് വീണ്ടും ഈ ആട്ടിൻ്റെ അകട്ടിൽ നിന്ന് ഈ പാത്രം നിറയെ പാല് കറന്നെടുത്തു. പാല് കറന്നെടുത്തിട്ട് പറഞ്ഞു, മുമാബദ്, നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മകനും ആട് മേക്കാൻ പോയതാണെന്നാണല്ലോ പറഞ്ഞത്. അവർ വരുമ്പോൾ ഇത് അവർക്ക് കൊടുത്തോളൂ സമ്മാനമായി എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. മുമാബദ് അത്ഭുതപ്പെട്ട് ആശ്ചര്യത്തോടു കൂടി, എന്താണ് ഞാൻ ഈ കണ്ടത്? പ്രസവിക്കാത്ത കൂറ്റം ചവിട്ടാത്ത ആട്, അതെന്നെ ഓടിപ്പാഞ്ഞ് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ കിടക്കുന്ന ആട് ഈ നിലക്ക് ആരോഗ്യവതിയായി ഇത്രയും പാൽ അതിൻ്റെ അകട്ടിൽ നിന്ന് കറന്നെടുക്കണമെങ്കിൽ ഇതൊരു സാധാരണ മനുഷ്യനല്ലല്ലോ. നബി തങ്ങളെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി. പിന്നെ ഭർത്താവ് വന്നപ്പോൾ പ്രത്യാംഗ വർണ്ണന നടത്തുന്നത് ഒരു സ്കെച്ച് എടുത്ത ഫോട്ടോ നോക്കിയിട്ട് പറയുന്നത് പോലെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണത്തിനായാലും പാനീയത്തിനായാലും സംരക്ഷണത്തിനായാലും ഒരാളുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. അത് കാണിച്ചു കൊടുക്കേണ്ടോടത്ത് കാണിച്ചു കൊടുക്കും. എപ്പോഴും അങ്ങനെയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞേക്ക് ഒരു ബുറാഖിൻ്റെ പുറത്ത് കയറി സെക്കൻഡ് കൊണ്ട് മദീനത്ത് കണ്ട് പോയാൽ പോരെ? അത് പോരാ. അത് മറ്റുള്ളവർക്ക് മാതൃകയാണ്. പക്ഷേ ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്നും ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ നേതാവാണെന്നും ഇദ്ദേഹത്തിലൂടെ അള്ളാഹു തആല പല അത്ഭുത സംഭവങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാകുന്നിടത്ത് മജ്‌സത്തുടങ്ങി. ഇവർ മുസ്ലിം ആയിട്ടില്ല അതുവരെ. പിന്നീട് ഭർത്താവും മകനും വന്നതിന് ശേഷം ഈ സംഭവം കണ്ട് അവർ അത്ഭുതപ്പെടുകയും അവർ ഈ ഗ്രാമത്തിൽ നിന്ന് താമസം മാറ്റി മദീനയിലേക്ക് പോയി ഇസ്ലാം മതം സ്വീകരിച്ച ആ കുടുംബം ഒന്നിച്ച് മദീനയിൽ താമസമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് സത്യം ബോധ്യപ്പെടാൻ വേണ്ടി ആവശ്യമാകുന്ന സമയത്ത് അസാധാരണമായ മാർഗത്തിൽ അത്ഭുതങ്ങളായിരിക്കുന്ന ദൃഷ്ടാന്തം കാണിച്ചുകൊണ്ട്, എന്നാൽ സാധാരണ കാര്യത്തിനൊക്കെ ദൃഷ്ടാന്തം കാണിക്കാൻ പറ്റുമോ? പിന്നെ ഇനി അസാധാരണ എന്ന് പറയാൻ പറ്റൂലല്ലോ. ആവശ്യമുള്ളോടത്ത് ഇവിടെ ഇവർക്ക് സത്യം ബോധ്യപ്പെടുത്തി അവരെ ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ആകർഷിക്കലായിരുന്നു ലക്ഷ്യം. ഏതായാലും ആ യാത്ര ഏതാനും ദിവസങ്ങളെ കൊണ്ട് നാനാഭാഗത്തും സാധാരണ പോകുന്ന വഴിമാറി ആളുകളുടെ ശ്രദ്ധ തിരിച്ച് സമയവും സന്ദർഭവും നോക്കിയുള്ള യാത്ര, പല അത്ഭുതങ്ങളും യാത്രയിലുണ്ടായിട്ടുണ്ട്. നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ റബീഉൽ അവ്വൽ 9 ആയിട്ട് തിങ്കളാഴ്ച 8 അന്ന് പരിശുദ്ധമായ ഖുബാ ഷരീഫിലെത്തുന്നു. ഖുബയിലെത്തി ആദ്യം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.